ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹിമേൻ ടോമ്പിലാണ്. എൻ്റെ പൊന്നോ, ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ ഒരു കവാടത്തിൻ്റെ അവിടെ ഹിമേൻ്റെ പെണ്ടാട്ടി വെള്ളസാരി കൊടുത്ത് രക്ഷയായിട്ട് നിൽക്കുന്നു ഗൈസ്. ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് ഓടി തള്ളു ഗൈസ്. എനിക്ക് ഒട്ടും ഹലോ ഗൈസ്, എനിക്ക് ഇപ്പോഴും ആ പേടി പോകുന്നില്ല ഗൈസ്. ഇപ്പോഴും എൻ്റെ ഉറക്കത്തിൽ അത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. വെള്ള സാരി കൊടുത്ത് എന്നോട് ചുണ്ണാമ്പ് മാത്രം ചോദിച്ചില്ല. എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ആകെപ്പാടെ കാലി പേഴ്സുമായിട്ടാണ് ഹിമേൻ ടോമ്പിലോട്ട് പോയത്. അതിനിടയ്ക്ക് എന്നെ ഈ ട്രോമയും കൂടെ ആയതിന് കാരണം പിന്നെ എനിക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഈ കാണുന്ന സാധനമാണ് ഹിമയുവിൻ്റെ ശവകുടീരം. കൂടെ ഈ കാണുന്ന ശവകുടീരങ്ങളെല്ലാം ഹിമയുവിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹിമയുവിൻ മരിച്ച സമയത്ത് ഈ കുടീരം ഉണ്ടാക്കിയ സമയത്ത് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് തല്ലിക്കൊന്ന് സ്മാരകമാക്കിയ ആളുകളാണ്. മുടിവെട്ടുകാരനുണ്ട്, ഭടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആക്ച്വലി ഇതൊരു നല്ലൊരു ഒരു ഇതാണ്, ആർക്കിയോളജിക്കലായിട്ടുള്ളൊരു സൈറ്റാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് എവിടെ എന്തുണ്ടെങ്കിലും ഇല്ലാതാക്കുന്ന ആൾക്കാരില്ലേ, ഇതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഡാഷ് മക്കൾ ആവശ്യമില്ലാത്ത എഴുതി ഇല്ലാതാക്കി ചെയ്യുന്നു ഗൈസ്. അതിനകത്ത് നസ്മീനോ ഉജ്ജമ്മേരോ തേങ്ങ ഏതൊരു മുസ്കാൻ ശബാന സാമി കണ്ടില്ലേ ഗൈസ്, ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഇടം പോലും ബംഗാളികൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. അവൻ്റെ അമ്മമ്മയുടെയൊക്കെ തേങ്ങ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കലിയിരുന്ന് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഓടി.